ഇന്ത്യയിൽ ആരാണ് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ കാണുന്ന ജ്വല്ലറിക്കാരെന്നല്ല ഇമ്പോർട്ട് ചെയ്യുന്നത്, മെയിൻലി സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് അല്ല, സെൻട്രൽ ബാങ്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അതിന് ഡോളർ കൊടുക്കണം. ഓക്കെ, ഈ ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോളറിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കാം? എന്തായാലും ഇമ്പോർട്ട് ഇത് എന്തായാലും നടക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ല പെട്രോളിയം മെയിൻ സംഭവം അതാണല്ലോ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് വളരെ എസെൻഷ്യലാണ്. അടുത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഗോൾഡാണ്. ഒട്ടും എസെൻഷ്യൽ അല്ല, കറക്റ്റ്, ഒട്ടും എസെൻഷ്യൽ അല്ല ഗോൾഡ്. പക്ഷെ എന്നിട്ടും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡോളർ വേണം കൊടുക്കാൻ. അപ്പോൾ ഈ ഡോളറിൻ്റെ പരിമിതി കൊണ്ടാണ് ഗവൺമെൻറ് പറയുന്നത്. കാരണം പെട്രോളിന് കൊടുക്കേണ്ട ഡോളർ നമ്മൾ പെട്രോളിന് പൈസ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സപ്ലൈ ആണല്ലോ. ഈ ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ചെയ്യൂ, അല്ലെ ഒരു സ്ഥലത്ത് മറ്റേ പബ്ലിക് സർവീസ് കൂടുതൽ ഉപയോഗിക്കൂ, അല്ലെ രണ്ടുപേര് 2 കാറിൽ പോകാതെ 1 കാറിൽ പോകൂ. ഹി ഫോർസി വന്നിട്ട് നമ്മൾക്ക് വിൽ ഹാവ് എ ഡെഫിസിറ്റ് ഓഫ് $1 ടു ബൈ പെട്രോൾ. ഓക്കെ, അല്ലെ ഡീസലും പെട്രോളും വാങ്ങാൻ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഡോളർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഡോളർ നമ്മൾ പെട്രോളും ഡീസലും വാങ്ങാൻ സേവ് ചെയ്യണമെങ്കിൽ ഈ എസെൻഷ്യൽ ഐറ്റം നമ്മൾ നിർത്തണമല്ലോ. റൈറ്റ് അല്ലേ? സോ ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് 28,000 34,000 ടണ്ണ് ഗോൾഡ് ഓൾറെഡി ഇന്ത്യയിലുണ്ട്. അത് ഓൾറെഡി ഐഡിലാണ്, അല്ലേ? ഇതൊന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റ് അല്ലല്ലോ. അല്ല, പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡിലെ ഒരിക്കലല്ല, എല്ലാം ലോക്കറി കിടക്കാണ്, അല്ലെ വീട്ടിൽ കിടക്കാണ്. ഇത് ആരും തന്നെ ഈ 34,000 ടണ്ണും ആരും ഡെയിലി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓഫ് കോഴ്സ്, അല്ലേ? അപ്പോൾ എന്താ വേണ്ടത്? അദ്ദേഹം പറയുന്നത് ഇത് നിർത്തൂ, ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടി. ഇനി ഡൊമസ്റ്റിക്കലി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡ് തന്നെ വന്നിട്ട് ആവശ്യമില്ലാത്തവർ ആവശ്യമുള്ളവർ കൊടുക്കും. Fintaxman, the mentor your business needs.